രണ്ട് സൈഡിൽ ഒത്തിരി പേര് ഇരുന്നിട്ട് ഇത് എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? ഇത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഈ കളക്ട് ചെയ്തിരിക്കുന്ന ബാഗിലേക്ക് ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്ന മെഷീൻസ് എല്ലാം വ്യത്യസ്തമായ മെഷീൻസ് ആണ്. എല്ലാം വേറെ തന്നെ ഒരു F0R എന്ന് വന്നിരിക്കുന്ന കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്ത് പൂവരണി എന്ന് പറയുന്ന സ്ഥലത്താണ് കിവി ഇൻഡസ്ട്രീസിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ പേപ്പർ ബാഗ്സ് ആണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശത്ത് നിന്ന് വന്നിട്ട്, അതായത് ന്യൂസിലാൻഡിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഗ്ലിൻഷ ചേച്ചിയും ഹസ്ബൻഡും കൂടിയിട്ട് ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു പേപ്പർ ബാഗ് നിർമ്മിക്കുന്ന ഒരു ഇൻഡസ്ട്രി, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ്, എത്രമാത്രം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഇവിടെ പേപ്പർ ബാഗ്സ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നേരെ കിവി ഇൻഡസ്ട്രീസിന്റെ വിശേഷങ്ങളിലേക്ക്. കിവി ഇൻഡസ്ട്രീസ് കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള ഗ്ലിൻഷ ചേച്ചി ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ചേച്ചി, ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായി? നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 വർഷത്തിന് മേളിലായി. 1 വർഷം കഴിഞ്ഞു. നിങ്ങൾ ന്യൂസിലാൻഡിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതെ. ന്യൂസിലാൻഡിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് ഒരു പേപ്പർ ബാഗിന്റെ ഒരു ഇൻഡസ്ട്രി അല്ല ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കാൻ എന്തായിരുന്നു കാരണം? ഇതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബിസിനസ് ആയിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ. അവിടുന്ന് പോരുമ്പോൾ എന്നാൽ കൂടുതൽ പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതും അതിൻ്റെ കൂടെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അത് ലോക്കൽ പീപ്പിളിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു മെയിൻ ഉദ്ദേശം. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യം തുടങ്ങുക എന്നുള്ള ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കൂടുതൽ ആശയം ഉദിപ്പിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് തിരിഞ്ഞത്. ന്യൂസിലാൻഡിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് എടുത്ത തീരുമാനം എന്തായാലും തെറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നപ്പോൾ എനിക്കും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി എനിക്ക് കാണേണ്ടത് നിങ്ങളുടെ മാനുഫാക്ചറിംഗ് രീതിയാണ്. നിങ്ങളുടെ റോ മെറ്റീരിയൽ എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഒക്കെയാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, നിങ്ങൾ ഈ കാണുന്നതാണ് റോ മെറ്റീരിയൽസ് എല്ലാം. ക്രീം കളറുണ്ട്, വൈറ്റ് കളറുണ്ട്, ബ്രൗൺ കളറുണ്ട്, ഗ്രേ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. ഇത്രയും കളേഴ്സിൽ വരുന്നുണ്ട്. അതെ. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ പേപ്പറുകൾ നമ്മൾ ഇമ്പോർട്ടഡ് പേപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫുഡ് ഗ്രേഡ് ഒക്കെ വരുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഫുഡ് ഗ്രേഡ് പേപ്പേഴ്സ് ഉണ്ട്. അത് സ്പെഷ്യലായിട്ട് ഫുഡ് ഗ്രേഡിന് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പല GSM ബേസിൽ നമുക്ക് പേപ്പേഴ്സ് ഉണ്ട്. ഈ വരുന്ന റോളുകൾ മെഷീനിലേക്ക് ഫീഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ക്വാളിറ്റി ചെക്കിങ് നടത്തുന്നുണ്ട്. ക്വാളിറ്റി ചെക്കിങ്ങിന് ശേഷം നമ്മൾ ഇവിടെയാണ് ഈ റോ മെറ്റീരിയൽ ഫീഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ശേഷം ഇത് പതുക്കെ ഈ സിസ്റ്റത്തിൽ കൂടെ കടന്ന് പല ഘട്ടങ്ങളിലായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ഈ ഇടയിൽ കാണുന്നതാണ് ഇതിൻ്റെ ഒരു പ്രിന്റിംഗ് സിസ്റ്റം. ഇതിന്റെ കൂടെ തന്നെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ മെഷീനിൽ വരുന്നുണ്ട്. ഈ മെഷീനിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് ചെയ്യാം, പ്രിന്റിംഗ് ചെയ്യാം. അതും ഡബിൾ കളർ പ്രിന്റിംഗ് ആണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്രിന്റ് ഇല്ലാത്ത ബാഗാണ്. ബാഗ് എടുത്തതിന് ശേഷം നമുക്ക് പ്രിന്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ യൂറോപ്യൻ ടച്ച്, അതുപോലെ ആ യൂറോപ്യൻ സിസ്റ്റമാണ് നമ്മൾ കൂടുതലും ഇതിനകത്ത് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. ഈ മെഷീൻ്റെ ഇത് സ്ലോലി ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഫോൾഡിംഗ് പാർട്ട് വരുന്നുണ്ട്. ആ ഫോൾഡിങ്ങിന് നമുക്ക് ഗ്ലൂ ആവശ്യമാണ്. അപ്പോൾ ഈ ടാങ്കിൽ നമുക്ക് ഗ്ലൂവുമുണ്ട്, അതുപോലെ ഒരു എയർ വരുന്ന ഒരു ട്യൂബുമുണ്ട്. ആ ഗ്ലൂവും എയറും കൂടെ ഒന്നിച്ച് ചേർന്ന് ഇവിടെ ഒരു സ്പ്രേ ഉണ്ട്. ആ സ്പ്രേയിൽ വഴി ഈ ഗ്ലൂ ഇതിലേക്ക് ഈ ഫോൾഡിങ്ങിൻ്റെ സൈഡ് വഴി അപ്ലൈ ചെയ്യുന്നു. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള സൈസ് കട്ട് ചെയ്യണം. അതിനായി മെഷീൻ്റെ 2 സൈഡുകളിലുമുള്ള ബ്ലേഡ് അതിന് നമ്മൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ആ സൈസ് അനുസരിച്ച് ആ ബ്ലേഡ് അത് കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇത് ഈ സിസ്റ്റത്തിൽ കൂടെ വന്ന് ബോട്ടം പാർട്ടാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്. ബോട്ടം പാർട്ടിന് ഗസറ്റ് എന്ന് പറയും. അതും നമ്മൾ കസ്റ്റമറിൻ്റെ സൈസിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. ആ ഭാഗവും ഗ്ലൂവിങ് നടക്കുന്നുണ്ട്. അതും മെഷീനാണ് ഗ്ലൂ ചെയ്യുന്നത്. ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്ലോലി ഒരു കൺവെയറിൽ കൂടെ വന്ന് ഔട്ട്പുട്ട് നമ്മൾ എടുക്കാൻ റെഡി ആയിരുന്നാൽ മാത്രം മതി. അതിന് നമുക്കൊരു ലേബർ ആവശ്യമുണ്ട്. അവർ വന്ന് അത് കളക്ട് ചെയ്യും. ബാഗിന് ചുളിവുണ്ടോ എല്ലാം നോക്കിയതിന് ശേഷം വിട്ട്, ലെങ്ത്, ഗസറ്റ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം നമ്മളത് അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ഇവിടെ കളക്ട് ചെയ്തിരിക്കുന്ന ഈ ബാഗിന് നമുക്ക് ഹാൻഡിൽ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹാൻഡിൽ മേക്കിംഗ് മെഷീനെ പരിചയപ്പെടാം. 3 പാർട്ടാണ് ഇതിനുള്ളത്. അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയുള്ളൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു റോ മെറ്റീരിയൽ ഉണ്ട്. ആ റോ മെറ്റീരിയൽ മേടിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് ഫസ്റ്റ് റോപ്പാക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ കാണുന്നതാണ് റീവൈൻഡിങ് മെഷീന്. അതായത് ഇത് ഈ റോപ്പ് ഒന്നോടെ നന്നായി റീവൈൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഹാൻഡിൽ ഉണ്ടാക്കുന്നതിനായിട്ട് വിടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സ്ട്രെങ്ത് കിട്ടാനാണ് നമ്മൾ റീവൈൻഡ് ചെയ്യുന്നത്. ഈ റോപ്പ് നിങ്ങൾ ഇവിടെ തന്നെ ചെയ്യാണ്? അതെ അതെ, നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ്. ജസ്റ്റ് റോ മെറ്റീരിയൽസ് മാത്രം നിങ്ങൾ പുറത്തുനിന്ന്? അതെ, നമ്മൾ റോ മെറ്റീരിയൽസ് മാത്രമേ ഇതിനു വേണ്ടി പർച്ചേസ് ചെയ്യുന്നുള്ളൂ. ഇവിടുത്തെ റീവൈൻഡിങ്ങിന് ശേഷം നമ്മുടെ മെയിൻ മെഷീനായ ഹാൻഡിൽ മേക്കിംഗ് മെഷീനിലേക്ക് നമ്മൾ ഈ റോപ്പ് മാറ്റുന്നു. അതിനുശേഷം ഈ S ആകൃതിയിലുള്ള പ്ലേറ്റിൽ കൂടെ
നമ്മൾ ഈ റോപ്പ് കടത്തി വിട്ട് അവിടെ ഗ്ലൂവിങ് പാർട്ട് നടക്കുന്നു. ഗ്ലൂവിങ് വന്നിട്ട് ഈ പാച്ചിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഗ്ലൂ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ഗ്ലൂ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇതിന് ഹോട്ട് മെൽറ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് 4 ലെയർ ഗ്ലൂ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോൾ കൂടുതൽ സ്ട്രോങ്നെസ്സും ആ ബാഗുമായിട്ട് ഹാൻഡിൽ ഒട്ടുന്നതിനായിട്ടുള്ള ഒരു കൂടുതൽ സ്ട്രോങ്നെസ് ഇതിന് കിട്ടുന്നു. ഒരു വിധത്തിൽ ഇത് ഇളകി പോവില്ല, ഒരു വിധത്തിലും ഇത് ഇളകി പോവുകയില്ല. അതിനുശേഷം ഇതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഈ കൺവെയറിൽ കൂടെ ഇത് വരുന്നു. ഇത് ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. രണ്ട് സൈഡിൽ ഒത്തിരി പേര് ഇരുന്നിട്ട് ഇത് എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? ഇത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്? അതെ, ഇത് നമ്മുടെ ഈ കളക്ട് ചെയ്തിരിക്കുന്ന ബാഗിലേക്ക് നമ്മൾ ഒട്ടിച്ച് വിടുന്നു. അത് ഓരോന്നായിട്ട് ഒട്ടിക്കുന്നു. ലേഡീസ് രണ്ട് സൈഡിൽ ഇരുന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ കൺവെയർ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ കൂടി കൺവെയർ കൂടി ഇത് കടത്തി വിടുന്നത്. ഇത് കഴിഞ്ഞ് ഇനി ഇതിന് ശേഷം ഈ കളക്ട് ചെയ്തിരിക്കുന്ന ബാഗ് അടുത്തതായിട്ട് നമുക്ക് പ്രിന്റിംഗ് സെക്ഷനിലേക്ക് കിടക്കാം. പ്രിന്റിങ് വന്നിട്ട് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ഡിസൈൻ നമുക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഈ രണ്ടെണ്ണം സ്ക്രീൻ പ്രിന്റിംഗ് മെഷീൻസ് ആണ്. ഒന്ന് വന്നിട്ട് ഫുള്ളി ഓട്ടോമേറ്റഡും മറ്റേത് സെമി ഓട്ടോമാറ്റിക്കുമാണ്. അപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5000 പീസസ് വളരെ ഫാസ്റ്റായിട്ട് ഇതിലൂടെ വെച്ച് കൊടുത്ത് പ്രിന്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ എടുക്കാൻ സാധിക്കും. അതേസമയം സെമി ഓട്ടോമാറ്റിക്കിന് കുറച്ച് ടൈം ആവശ്യമുണ്ടെന്ന് മാത്രം. പക്ഷേ രണ്ടിൻ്റെയും ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയാണ് ഇതിനുള്ളത്. പിന്നെ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന ഇങ്ക് എന്ന് പറയുന്നത് PVC ഇങ്കാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഫെയ്ഡായി പോവുകയോ ഇളകി പോകുകയോ ഇങ്ക് കറക്റ്റായിട്ട് വരാതിരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഈ ഇങ്ക് യൂസ് ചെയ്യാനും സാധിക്കും. ഇവിടെ ഈ ഒരു കമ്പനിയിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്? ഇവിടെ ഏകദേശം 40-ന് മേളിൽ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ലോക്കൽ സപ്പോർട്ട് കൊടുക്കാനാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അത് കാരണം ലോക്കലി പീപ്പിളിനെയാണ് നമ്മൾ കൂടുതൽ ഹയർ ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നാട്ടിലുള്ളവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം. അതിനാണ് നമ്മൾ ഇങ്ങനെയൊരു നല്ലൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ കേരളത്തിൽ തന്നെ തുടങ്ങിയിരിക്കുന്നത്. കിവി ഇൻഡസ്ട്രീസിലെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരാളെ കൂടി പരിചയപ്പെടാൻ പോവാണ്. ലിൻഷ ചേച്ചിക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കൊടുത്തുകൊണ്ട് കൂടെ നിൽക്കുന്ന ഹസ്ബൻഡ് ആൻഡോ ചേട്ടൻ. ആൻഡോ ചേട്ടൻ, ഇനി എനിക്ക് അറിയേണ്ടത് ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഒക്കെ മാർക്കറ്റ് ചെയ്യുന്നത്? നമ്മൾ മാർക്കറ്റിംഗ് സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. മെയിനായിട്ട് നമ്മൾ മാർക്കറ്റ് ഫോക്കസ് ചെയ്തേക്കുന്നത് വിദേശ രാജ്യങ്ങളാണ്. വിദേശ രാജ്യത്തൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അതെ, നമ്മൾ ന്യൂസിലാൻഡ്, കാനഡ, ബഹ്റിൻ പോലുള്ള കൺട്രിയിലേക്ക് നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈദരാബാദ്, തമിഴ്നാട്, കർണാടക അതുപോലെയുള്ള സ്റ്റേറ്റിലേക്കും നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ വരുന്നത് വരെ എൻ്റെ മനസ്സിലുണ്ടായത് നിങ്ങൾ കേരളത്തിൽ മാത്രം ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലും വേൾഡ് വൈഡ് ആയിട്ട് ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ എയിം. ഇവിടെ നിങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബാഗുകളൊക്കെ ആർക്കൊക്കെയാണ് ഉപയോഗത്തിൽ വരുന്നത്? മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റൽസ്, മൊബൈൽ ഷോപ്പുകൾ, ലേഡി സ്റ്റോറുകൾ, അതുപോലെ സ്റ്റേഷനറികൾ, ജുവലറീസ്, ടേക്ക് അവേസ്, ബേക്കറീസ്, ടെക്സ്റ്റൈൽസ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലയുള്ളവർക്കും ആവശ്യമുള്ള പേപ്പർ ബാഗ്സ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ, കാരണം നമ്മൾ എല്ലാ മേഖലകളിലേക്കും പേപ്പർ ബാഗ് കടന്നു വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ഫോക്കസിങ്. അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് കിവി ഇൻഡസ്ട്രീസിന്റെ? കിവി ഇൻഡസ്ട്രീസിന്റെ ഫ്യൂച്ചർ പ്ലാന് അടുത്തത് ഞങ്ങൾ ടിഷ്യൂ പേപ്പറാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ മാർക്കറ്റിൽ ഞങ്ങൾ ടിഷ്യൂ പേപ്പർ എത്തുന്നതായിരിക്കും. ടിഷ്യൂ പേപ്പർ ഉണ്ടാക്കാൻ പോവാണ്? അതെ, ശരി. നല്ല മാർക്കറ്റുള്ള ഒരു മേഖല കൂടിയാണല്ലോ. ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട്. ഉണ്ട്, ഒത്തിരി എൻക്വയറി നമുക്ക് വരുന്നുണ്ട്. ഇനി എനിക്ക് അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. നമ്മൾക്ക് ₹3.80 മുതൽ ₹11 വരെയുള്ള ബാഗുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഡിപ്പെൻഡ് സൈസാണ്. കസ്റ്റമറിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചാണ് നമ്മൾ അത് ചെയ്യുന്നത്. സൈസിനെ ബേസ് ചെയ്താണ്, പേപ്പറിൻ്റെ ക്വാളിറ്റി ബേസ് ചെയ്താണ്, ഇമ്പോർട്ടഡ് പേപ്പറിനെ ബേസ് ചെയ്താണ്, ലോക്കൽ പേപ്പർ, അങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഈ പ്രൈസ് മുന്നോട്ട് പോകുന്നത്. കൊറിയർ സർവീസാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ലാർജ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തന്നെ സർവീസ് അവൈലബിൾ ആണ്. ഞങ്ങൾ ഏറ്റവും നേരത്തെ തന്നെ, അതായത് ഓർഡർ തന്ന ലാർജ് ക്വാണ്ടിറ്റി ആണെങ്കിൽ 1 മന്തിനുള്ളിലും, ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞങ്ങൾ വിത്തിൻ 3 ഡേയ്സിനുള്ളിലും ആൾക്കാരിൽ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പേപ്പർ ഹാൻഡിൽ നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്. ആവശ്യക്കാരുടെ ഇഷ്ടാനുസരണം നമ്മൾ പേപ്പർ ഹാൻഡിൽ അവൈലബിൾ ആണ്. ഓർഡർ അനുസരിച്ച് നമ്മൾ അതും ലഭ്യമാക്കുന്നുണ്ട്. അതായത് ഹാൻഡിൽ മാത്രമായിട്ട് നിങ്ങൾ ഇവിടുന്ന് സെയിൽ ചെയ്യും? അതെ. അത് ശരി, ആ ഒരു സിസ്റ്റം കൂടി ചെയ്യുന്നുണ്ട്. ഉണ്ട്. കാരണം ഇത് ഒത്തിരി പേര് ഈ ഒരു ബാഗ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ സ്വന്തമായിട്ട്? കാരണം ചെറിയ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഹാൻഡിൽ ആവശ്യമാണ്. അപ്പോൾ അവർക്കും ലഭ്യമാകത്തക്ക രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എത്രയാണ് കിവി ഇൻഡസ്ട്രീസ് പേപ്പർ ബാഗിന്റെ വിശേഷങ്ങൾ? അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച തന്നെ അല്ലേ?
അതും നല്ല ഹൈടെക് ആയിട്ടുള്ള നല്ല അടിപൊളി മെഷീൻസ് വെച്ചിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് കിവി ഇൻഡസ്ട്രീസ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസിലാൻഡിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് സ്വന്തം നാട്ടിലുള്ളവർക്ക് നല്ലൊരു ജോലി കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം, അതിന്റെ കൂടെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ മണ്ണിനോ നമ്മളെ പരിസ്ഥിതിക്കോ ദോഷം ചെയ്യാത്ത നല്ലൊരു പ്രോഡക്റ്റ് നിർമ്മിച്ച് നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം, അതേപോലെ ഹൈ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ള മറ്റൊരു കാര്യം, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോലും വിദേശ രാജ്യങ്ങളിലേക്ക് പോലും ഇതേപോലുള്ള പേപ്പർ ബാഗ്സ് ചെയ്തിട്ട് കിവി ഇൻഡസ്ട്രീസ് അയച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം, ഇതൊക്കെയാണ് ഈ ഒരു കമ്പനിയിൽ വന്ന സമയത്ത് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. കാരണം വിദേശത്ത് നിന്ന് ന്യൂസിലാൻഡിൽ നിന്ന് നാട്ടിലേക്ക് വന്നു നമ്മുടെ കേരളത്തിൽ ഇതേപോലെ വലിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് കിവി ഇൻഡസ്ട്രീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഇത്രയാണ് കിവി ഇൻഡസ്ട്രീസിന്റെ വിശേഷങ്ങൾ. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.